ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സിൻസിയർ ഹോം വേൾഡ്, എടപ്പാൾ റോഡ്, ചങ്ങരംകുളം 7034201020. റേഹാൻ കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ, തിരൂർ. എംപയർ കോളേജ് ഓഫ് സയൻസ്, കുറ്റിപ്പുറം. ഏഷ്യൻ ഗോൾഡൻ ഡയമണ്ട്സ്, യുണൈറ്റഡ് കോംപ്ലക്സ്, മാറഞ്ചേരി. ഓൾസോ അറ്റ് ഏഷ്യൻ മാൾ, നടുവട്ടം, സിറ്റി സെന്റർ, കൂറ്റനാട്. എല്ലാ പ്രേക്ഷകർക്കും റംലാൻ മുബാറക്. കേരള വിഷന്റെ സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. വിൻ തടാകത്തിന്മേൽ ഉദിച്ചു നിൽക്കുന്ന ചേലുള്ള പനിമതിപ്പൂവിന്റെ സ്വർണ്ണകാന്തിയിൽ പെയ്തിറങ്ങുന്ന ചന്ദന നിലാവളി നിറവോടെ പുണ്യ റമലാൻ വരവായി. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് നിങ്ങൾക്കും ഇപ്പോൾ തന്നെ വിളിക്കാവുന്നതാണ്. വിളിക്കേണ്ട നമ്പർ ഇതാണ്: 9400714767. ഒരു മത്സരാർത്ഥിയോട് 3 ചോദ്യങ്ങളാണ് ചോദിക്കുക. ഈ 3 ചോദ്യങ്ങൾക്കും ശരിയായ ഉത്തരം പറയുന്നവർക്ക് ചങ്ങരംകുളം സിൻസിയർ ഹോം വേൾഡ് നൽകുന്ന ആകർഷകമായ സമ്മാനങ്ങൾ ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് വിളിക്കുന്നത്? സമീറയാണ്. എവിടെ നിന്നാണ്? തിരൂര് വെങ്ങാലൂരിൽ നിന്നാണല്ലേ. എന്താണ് ചെയ്യുന്നത് സമീറ? ടീച്ചറാണ്. എന്ത് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്? കമ്പ്യൂട്ടർ ടീച്ചറാണ്. എന്റെ കൂടെ ലാംഗ്വേജ് ട്രെയിനറുമാണ്. ഓക്കെ, അപ്പൊ എല്ലാം കൂടി കൂടെ കൊണ്ടുപോവാണ്. സമീറയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ എനിക്ക് 2 മക്കളുണ്ട്, ഹസ്ബൻഡ് ഉണ്ട്. ഓക്കെ, ഹസ്ബൻഡ് പേരെന്താണ്? നൗഷാദ്. മക്കളൊക്കെ എന്ത് ചെയ്യുന്നു? മക്കളൊക്കെ പഠിക്കുകയാണോ? 5th-ലും 10th അല്ലേ? ഓക്കെ, അപ്പോ ആദ്യമായിട്ടാണോ ഇങ്ങനെ ഒരു പ്രോഗ്രാമിലോട്ട് വിളിക്കുന്നത്? ഓക്കെ, ടെൻഷൻ ഒന്നും വേണ്ട. നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാൻ പോകുന്നത്. അപ്പൊ എന്തായാലും മാക്സിമം നോക്കുക. ഓക്കെ, ഇസ്ലാമിക് നോളജ് ഒക്കെ നല്ല ഉള്ള ആളാണോ? ഒരുപാട് വർഷമായില്ലേ. ഓക്കെ. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലോട്ട് ഒന്ന് കടന്നാലോ? ചോദിക്കല്ലേ? റെഡിയാണോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം ഇതാണ്: നോമ്പുകാരൻ പ്രവേശിക്കുന്ന സ്വർഗ കവാടത്തിന്റെ പേര്. ഓപ്ഷൻസ് ഉണ്ട്. ആദ്യത്തെ ചോദ്യത്തിന് നോമ്പുകാരൻ പ്രവേശിക്കുന്ന സ്വർഗ കവാടത്തിന്റെ പേരെന്താണ്? മനസ്സിലായോ? ഓക്കെ, ഓപ്ഷൻസ് പറയട്ടെ. ബാബു സ്വലാത്ത്, ബാബു സൗമ് ആൻഡ് ബാബു റയ്യാൻ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ബാബു സ്വലാത്ത്, ബാബു സൗമ്, ബാബു റയ്യാൻ. ഭയങ്കര സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ബാബു സ്വലാത്ത്, ബാബു റയ്യാൻ. ഉറപ്പാണോ? ഉറപ്പാണ്. അപ്പൊ മുന്നേ അറിയുന്ന ക്വസ്റ്റ്യൻ ആണിത്. കേട്ടിട്ടുണ്ട്. ബാബു റയ്യാൻ ഉറപ്പിക്കാം. ഓക്കെ, അപ്പൊ ബാബു റയ്യാൻ ശരിയായിട്ടുള്ള ഉത്തരാണ്. കൺഗ്രാറ്റ്സ്. ആദ്യത്തെ ചോദ്യം തന്നെ ശരിയാക്കിയിരിക്കുകയാണ്. ഹാപ്പിയാണോ? അപ്പൊ നോമ്പായിട്ട് എന്തൊക്കെയാണ് പരിപാടി? എന്തൊക്കെ കാര്യങ്ങളാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്? ക്ലാസ്സിന് പോണം, വർക്ക് ചെയ്യണം, അങ്ങനെയൊക്കെയാണ്. അതെ, ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ ഈ മാസം. അതിനൊക്കെ ഉള്ള ഒരു മാസം ആവട്ടെ. ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. 3 ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഉണ്ടായിരിക്കില്ല, പറയണം. ഓക്കെ, ഇല്ല. ഓക്കെ, അപ്പൊ രണ്ടാമത്തെ ചോദ്യം ഇതാണ്: ഇഹത്തിലും പരത്തിലും നീ എന്റെ സഹോദരൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആരോടാണ്? ഇഹത്തിലും പരത്തിലും
നീ എൻ്റെ സഹോദരൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആരോടാണ്? എന്തെങ്കിലും ഒരു ക്ലൂ തരാൻ പറ്റുമോ? ക്ലൂ പറയുകയാണെങ്കിൽ ഇതൊരു ഖലീഫയാണ്. ഒറ്റ ക്ലൂയേ ഉള്ളൂ, ഇതിൽ കണ്ടുപിടിക്കണം. ഇതൊരു ഖലീഫയാണ്. ഇഹത്തിലും പരത്തിലും നീ എൻ്റെ സഹോദരൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത് ആരോടാണ്? അതാണ് ചോദ്യം. അലി റളിയല്ലാഹു അൻഹു. ഉറപ്പാണോ? അലി റളിയല്ലാഹു അൻഹു. കറക്കി കുത്തിയെങ്കിലും ശരിയായിട്ടുള്ള ഉത്തരാണ്. ഓക്കെ, ഹാപ്പിയാണോ? രണ്ട് ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, മൂന്നാമത്തെ ചോദ്യം ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ ഓക്കെ, അപ്പോ മാക്സിമം നോക്കുക. അപ്പോൾ മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: ബദ്ർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളെ കുഴിച്ചു മൂടിയ കിണറിന്റെ പേര്. ബദ്ർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളെ കുഴിച്ചു മൂടിയ കിണറിന്റെ പേര് എന്താണ്? അതെ, ഇതിന് ക്ലൂ ഇല്ല. മൂന്നാമത്തെ ചോദ്യത്തിന് ക്ലൂ ഇല്ല. ആലോചിച്ച് നോക്കൂ. ബദ്ർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മുശ്രിക്കുകളെ കുഴിച്ചു മൂടിയ കിണറിന്റെ പേര് എന്താണ്? ഖലീബ് കിണറാണോ? ഉറപ്പിച്ചിട്ട് ഉറപ്പാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം. ഖലീബ് കിണർ ഉറപ്പാണോ? കോൺഫിഡന്റ് ആണ്? ഓക്കെ, അപ്പൊ ഖലീബ് കിണർ റൈറ്റ് ആൻസർ ആണ്. ഓക്കെ ഓക്കെ, അപ്പൊ മൂന്നും ശരിയാക്കിയിരിക്കുകയാണ്. എന്ത് തോന്നുന്നു? എന്ത് ഫീൽ ചെയ്യുന്നു ഇപ്പം? ഓക്കെ, നമുക്കും ഒരുപാട് സന്തോഷം. ഇനിയും ഇങ്ങനത്തെ അവസരങ്ങളൊക്കെ ഉണ്ടാവട്ടെ, ഇനിയും വിളിക്കുക. ഓക്കെ, അപ്പൊ റംസാൻ മുബാറക്. അസ്സലാമു അലൈക്കും. ഓക്കെ. അപ്പോൾ നമുക്ക് അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് റംസാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ഫാത്തിമ ഹന. ഫാത്തിമ ഹന എവിടുന്നാ വിളിക്കുന്നത്? തിരൂരിൽ നിന്നാണല്ലേ. തിരൂര് എവിടുന്നാണ്? വടക്കനന്നാര. ഓക്കെ, ഫാത്തിമയുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടില് ഉമ്മ, സിസ്റ്റർ. ആര്? ഹലോ, ഉമ്മ, സിസ്റ്റർ. ഓക്കെ, ഫാത്തിമ എന്ത് ചെയ്യാണ് ഇപ്പോ? ഫാത്തിമ ഹന എന്നല്ലേ പേര് പറഞ്ഞേ? ഹന എന്ത് ചെയ്യുന്നു ഇപ്പോ? പഠിക്കാണോ, ജോലി ചെയ്യാണോ, എന്താ ചെയ്യുന്നത്? പഠിക്കാണല്ലേ. എന്താ പഠിക്കുന്നേ? 10th-ലാണ്. ഓക്കെ, 10th ആയിട്ടേ ഉള്ളൂ. അപ്പൊ എക്സാംസിന്റെ ഒക്കെ പ്രിപ്പറേഷൻസിലാവുമല്ലോ. ഓക്കെ, അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒരു റിലാക്സേഷന് വേണ്ടിട്ട് വിളിച്ചതാണോ ക്വിസിലോട്ട്? ആദ്യമായിട്ടാണോ വിളിക്കുന്നേ? ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ? ആദ്യത്തെ ചോദ്യത്തിന് റെഡി ആണോ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം വായിക്കാൻ പോവാണ്. കാറ്റിനെ അധീനപ്പെടുത്തിയ പ്രവാചകൻ ആരാണ്? കാറ്റിനെ അധീനപ്പെടുത്തിയ പ്രവാചകൻ ആരാണ്? ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ട്. ഓപ്ഷൻസ് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഈസ അലൈഹിസ്സലാം, മൂസ അലൈഹിസ്സലാം, സുലൈമാൻ അലൈഹിസ്സലാം. കാറ്റിനെ അധീനപ്പെടുത്തിയ പ്രവാചകൻ. ഈസ അലൈഹിസ്സലാം. ആലോചിച്ചിട്ട് തന്നെയാണോ ആൻസർ പറയുന്നത്?
കാറ്റിന് കാറ്റിനെ അധീനപ്പെടുത്തിയ പ്രവാചകൻ ഈസാ അലൈഹി ഇസ്ലാം, മൂസ അലൈഹി ഇസ്ലാം, സുലൈമാൻ അലൈഹി ഇസ്ലാം. നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്കൂ. മൂസ അലൈഹി ഇസ്ലാം. ഉറപ്പാണോ? അതെ, ഉറപ്പാണ്. ഓക്കെ, അപ്പൊ മൂസ അലൈഹി ഇസ്ലാം തെറ്റായിട്ടുള്ള ആൻസർ ആണ്. ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ പറയട്ടെ, സുലൈമാൻ അലൈഹി ഇസ്ലാം ആണ് കേട്ടോ. അറിയായിരുന്നോ? സംശയം ഉണ്ടായിരുന്നോ? സാരില്ല, അടുത്തതിൽ നമുക്ക് നോക്കാം അല്ലേ? ഓക്കെ, അപ്പൊ വീണ്ടും വിളിക്കുക. ഓക്കെ, അപ്പൊ റമളാൻ മുബാറക്. അസ്സലാമു അലൈക്കും. ഓക്കെ, അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സഫിയ. സഫിയ എവിടുന്നാ വിളിക്കുന്നത്? ഇരിങ്ങാവൂർ. ഇരിങ്ങാവൂരിൽ നിന്നാണല്ലേ. എന്ത് ചെയ്യുന്നു? പഠിക്കുകയാണോ, വർക്ക് ചെയ്യാണോ? പഠിക്കുകയാണ്. എന്താ പഠിക്കുന്നേ? ഓഫീസ് അഡ്മിനിസ്ട്രേഷനിലാണ്. അതാണ് ആ കോഴ്സാണ് ചെയ്യുന്നത്. ഓക്കെ, ആരൊക്കെ ഉണ്ട് വീട്ടില്? ഉമ്മ, ബ്രദറ്, 2 മക്കള്. ഹസ്ബൻഡ് പുറത്താ. ഹസ്ബൻഡ് എന്താ ചെയ്യുന്നത്? ഓക്കെ, അപ്പോ എന്താണ് ഇന്നത്തെ പരിപാടി? എന്താണ് നോമ്പൊക്കെ ആയിട്ട് എന്താണ് പരിപാടി സ്പെഷ്യൽ ആയിട്ട്? ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെ വിളിച്ചതാണല്ലേ, നമ്പർ കണ്ടപ്പോ അങ്ങനെ വിളിച്ചതാണ്. ഓക്കെ, അപ്പോ ക്വസ്റ്റ്യൻസ് എല്ലാം കേൾക്കാനായിട്ട് എക്സൈറ്റഡ് ആണോ? റെഡി ആണോ ആൻസർ ചെയ്യാനായിട്ട്? ട്രൈ ചെയ്യാം. അപ്പൊ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടന്നാലോ? റെഡി അല്ലേ? ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവുമായി സംഭാഷണം നടത്തിയ സ്ഥലത്തിന്റെ പേര് എന്താണ്? ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ട്. ചോദ്യം മനസ്സിലായല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ ഓപ്ഷൻസ് പറയാം. ജന്നത്തുൽ ഇസ്സ, സിദ്റത്തുൽ മുൻതഹ ആൻഡ് ജന്നത്തുൽ ബഖിയ. മിഅ്റാജിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവുമായി സംഭാഷണം നടത്തിയ സ്ഥലത്തിന്റെ പേര്? സിദ്റത്തുൽ മുൻതഹ. ഉറപ്പാണോ? ഉറപ്പാണ്. ശരിയായിട്ടുള്ള ഉത്തരവാണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം തന്നെ ശരിയാക്കിയിരിക്കുകയാണ്. ഹാപ്പി അല്ലേ? സന്തോഷായില്ലേ? ഓക്കെ, ഇനിയിപ്പോ തെറ്റിയാലും ശരിയായാലും ഒന്നും കുഴപ്പമില്ല അല്ലേ? ആദ്യത്തെ ചോദ്യം തന്നെ ശരിയാക്കിയല്ലോ. ധാരണ, പക്ഷെ 3 ചോദ്യം ശരിയാക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് ഉണ്ട്. ഓക്കെ, അപ്പൊ സെക്കൻഡ് ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ? അപ്പോ രണ്ടാമത്തെ ചോദ്യം ഇതാണ്. വിശുദ്ധ ഖുർആൻ ഈസാ അലൈഹി ഇസ്ലാമിനെ ഏത് പ്രവാചകനോടാണ് ഉപമിച്ചിരിക്കുന്നത്? വിശുദ്ധ ഖുർആൻ ഈസാ അലൈഹി ഇസ്ലാമിനെ ഏത് പ്രവാചകനോടാണ് ഉപമിച്ചിരിക്കുന്നത്? ക്ലൂ വേണോ? ഇരുവരുടെയും ജനനങ്ങൾ തമ്മിൽ ഒരു സാമ്യമുണ്ട്, അതാണ് ക്ലൂ. ആലോചിച്ച് നോക്കിയേ, നല്ലോന്ന് ആലോചിച്ച് നോക്കിയേ, കിട്ടും. ഒരുപാട് കേട്ട, എപ്പോഴും പറയുന്ന ഒരു പേരായിരിക്കും ആ നബിയുടെ. വിശുദ്ധ ഖുർആൻ ഈസാ അലൈഹി ഇസ്ലാമിനെ ഏത് പ്രവാചകനോടാണ് ഉപമിച്ചിരിക്കുന്നത്? അറിയില്ല. ഓക്കെ, എന്നാൽ ഞാൻ പറയാൻ ശരിയായിട്ടുള്ള ഉത്തരം ആദം നബിയോടാണ്. അറിയായിരുന്നോ? സംശയം ഉണ്ടായിരുന്നോ? ഇല്ല അല്ലേ? ഓക്കെ ഓക്കെ. എന്താ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? സഫിയ. സഫിയ പാട്ട് പാടോ? നല്ല ശബ്ദാണല്ലോ.
പാടും. എന്നാ ഒരു പാട്ട് പാടിക്കേ. ഇല്ല പാട്ടോ ഞാൻ പാടിയിട്ടില്ല, ഇതുവരെയായിട്ട് പാടിയിട്ടില്ല. പക്ഷെ പ്രേക്ഷകർക്ക് ചിലവ് തോന്നിയിട്ടുണ്ടായിരിക്കും ഈ ശബ്ദം കേട്ടപ്പോ. ഒരു പാട്ടെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവും. ഒരു പാട്ടൊന്നും പാടിക്കൂടെ? ഒരു മാപ്പിളപ്പാട്ട്, ഒരു റംലാനോടനുബന്ധിച്ചുള്ള ഒരു മാപ്പിളപ്പാട്ട് പറ്റൂല? പാട്ടിനോട് താല്പര്യമില്ല അല്ലേ? ഓക്കെ, എന്തായാലും ഇനിയും വിളിക്കുക. ഇനി അടുത്തേലും നമുക്ക് നോക്കാം. ഓക്കെ ഓക്കെ, ശരി എന്നാ. റംലാൻ മുബാറക്. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? അബ്ദുറഹ്മാൻ. ഓക്കെ, നല്ല പേരാണല്ലോ. എവിടുന്നാ വിളിക്കണേ? കുറ്റിപ്പുറത്ത് നിന്നാണ്. ഓക്കെ, എന്ത് ചെയ്യുന്നു അബ്ദുറഹ്മാൻ? ഓക്കെ ഓക്കെ. വീട്ടിൽ ആരൊക്കെ ഉണ്ട്? വീട്ടില് ഉമ്മ, വൈഫ്, മക്കള്. ഓക്കെ, മക്കളൊക്കെ പഠിക്കുകയാണോ? ഒരാള് 7-ല്, ഒരാള് 2-ല്, ഒരാള് അംഗനവാടി. അപ്പൊ ഇപ്പോ ജോലിയൊന്നും ഇല്ലാണ്ട് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ചെറിയ തിരക്ക് കഴിഞ്ഞ്. റംലാനൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരിക്കുമല്ലോ അല്ലെ? ജോലി തിരക്ക്. ഓക്കെ, അപ്പൊ ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ ഒരു പരിപാടിക്ക് വിളിക്കണേ? ആദ്യമായിട്ടാണ് വിളിക്കുന്നത്. അപ്പൊ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലോട്ട് കടന്നാലോ? അപ്പൊ ആദ്യത്തെ ചോദ്യം വായിക്കാം. മദീനയുടെ പഴയ പേര് എന്തായിരുന്നു? അപ്പൊ ആദ്യത്തെ ചോദ്യത്തിന് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് ഓപ്ഷൻ ഹിജാസ്, മദിയൻ ആൻഡ് യസ്രിബ്. മദീനയുടെ പഴയ പേര്. ഹിജാസ്, മദിയൻ, യസ്രിബ്. യസ്രിബ് ആണോ? അതെ, ഉറപ്പിക്കാം. ഷുവർ ആണ്, ഒരു സംശയവും ഇല്ല? ഉറപ്പിച്ച്. ഓക്കെ, അപ്പൊ കറക്റ്റ് ആൻസർ ആണ്. കൺഗ്രാറ്റ്സ്. ഓക്കെ, നല്ല ഹാപ്പിയാണോ? അവരെ ഇനി ബാക്കി 2 ക്വസ്റ്റ്യൻസും കൂടി ശരിയാക്കുകയാണെങ്കിലോ ഗിഫ്റ്റ് കൂടി ഉണ്ടാവും. അപ്പോ റെഡി അല്ലേ? മാക്സിമം നോക്കുക. അടുത്ത ക്വസ്റ്റ്യന് ഓപ്ഷൻസ് ഒന്നും ഉണ്ടാവില്ല. തീരം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ക്ലൂ തരും. ഓക്കെ ഓക്കെ. അപ്പോ അടുത്ത ചോദ്യം ഇതാണ്. ബദർ, ഉഹദ് യുദ്ധവേളകളിൽ മദീനയിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട സ്വഹാബി ആരാണ്? ബദർ, ഉഹദ് യുദ്ധവേളകളിൽ മദീനയിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട സ്വഹാബി ഏതാണ്? അറിയോ? അബൂ താഹിർ. അബൂ താഹിറോ? ഒന്ന് ആലോചിച്ച് നോക്കുക. ആരെങ്കിലും ഹെൽപ്പ് ചെയ്യാനുണ്ടോ അടുത്ത്? സ്വഹാബിയോ? ഉമർ റളിയല്ലാഹു അൻഹു. ക്ലൂ വേണോ? ക്ലൂ വേണോ? ഒരു ക്ലൂ പറയാം. ഇത് അന്ധനായ ഒരു സ്വഹാബിയായിരുന്നു. അന്ധനായ, കണ്ണ് കാണാത്ത ഒരു സ്വഹാബിയായിരുന്നു. ആരാണ്? അറിയാലോ? ബദർ, ഉഹദ് യുദ്ധവേളകളിൽ മദീനയിൽ നമസ്കാരത്തിന് നേതൃത്വം കൊടുക്കാൻ നിയോഗിക്കപ്പെട്ട സ്വഹാബി. ഓക്കെ, കുഴപ്പമില്ല. എന്നാ ഞാൻ പറയട്ടെ ശരിയായിട്ടുള്ള ഉത്തരം. അബ്ദുല്ലാഹിബ്നു ഉമ്മു മക്തൂമാണ്.
കുഴപ്പമില്ല, അടുത്തേലും നോക്കാം അല്ലേ. അപ്പൊ എന്താ അടുത്തുള്ള ആൾക്ക് അറിയില്ലായിരുന്നോ? ആള് ഹെൽപ്പ് ഒന്നും ചെയ്തില്ല, ആൾക്ക് അറിയില്ലായിരുന്നോ? എന്നെക്കായി മോശം. ഓക്കെ, എന്താണ് വേറെ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടോ അബ്ദുറഹ്മാന്? പാട്ടൊക്കെ പാടുവോ? കഴിവൊന്നുമില്ല. പാടുവോ? ചെറുതായിട്ട് പാടും തോന്നുന്നുണ്ട്. പാടലൊക്കെ ഉണ്ട്, അതൊന്നും വലിയൊരു പോരാ. എന്നാ ഒരു മാപ്പിളപ്പാട്ട് റംലാനായിട്ട് പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരു മാപ്പിളപ്പാട്ട് പാടാൻ പറ്റുമോ? എന്തുവാ? ഏതെങ്കിലും ഒരു ഇഷ്ടമുള്ള ഒരു ഫേവറേറ്റ് സോങ്. എന്തപ്പോ പാട്? പുലർനില ചില്ലയിൽ കുറുകിടും മഞ്ഞിന്റെ പൂവിത തുള്ളികൾ പെയ്തതാകാം. ചില്ലയിൽ കുറുകിടും മഞ്ഞിന്റെ അവര് ആ കഴിഞ്ഞാ അപ്പൊ അറിയാത്ത പാട്ട് തന്നെ സെലക്ട് ചെയ്ത് പാടി. പക്ഷെ നല്ല രസമായിട്ട് പാടിട്ടോ, അടിപൊളി. ഞാൻ എത്രക്കൊന്നും പാടുന്നു വിചാരിച്ചില്ല. ആ ശബ്ദം കേട്ടപ്പോ തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പാടുന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്തായാലും ഇനിയും വിളിക്കുക. എല്ലാ ചോദ്യത്തിനും ഇനിയും ആൻസർ ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ റംലാനൊക്കെ അടിച്ചു പൊളിക്കുക. ഓക്കെ, ശരി എന്നാ. അസ്സലാമു അലൈക്കും. ഹലോ, അസ്സലാമു അലൈക്കും. സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? റംലത്ത്. ഓക്കെ, റംലത്ത് എവിടുന്നാ വിളിക്കണേ? ആദവനാട്ടിൽ നിന്നാണല്ലേ. റംലത്ത് എന്ത് ചെയ്യുന്നു? പഠിക്കാണ്. എന്താ പഠിക്കണേ? ലാംഗ്വേജ് ട്രെയിനർ ആയിട്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ട്രെയിനർ ആയിട്ടാണോ? ഓക്കെ, എവിടെ പഠിക്കണേ? പുത്തനത്താണി. ഓക്കെ, റംലത്തിന്റെ വീട്ടില് ആരൊക്കെയുണ്ട്? എന്റെ വീട്ടില് ഹസ്ബൻഡും 2 മക്കളും. ഹസ്ബൻഡ് എന്ത് ചെയ്യുന്നു? ഹസ്ബൻഡ് ഗൾഫിലാണ്. കൂടെ ഉണ്ടോ? ഹസ്ബൻഡ് ഇപ്പൊ കൂടെ ഉണ്ടോ? നാട്ടിലുണ്ടോ? നാട്ടിലുണ്ട് അല്ലേ. ഓക്കെ, അപ്പൊ രണ്ടുപേരും കൂടി ആണോ അപ്പൊ ക്വസ്റ്റ്യൻസ് ഒക്കെ ആൻസർ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടിരിക്കണേ? ഹസ്ബൻഡ് ഉണ്ടോ അടുത്ത്? ഹസ്ബൻഡ് അടുത്തുണ്ടോ? ഉണ്ട്. ഓക്കെ, അപ്പോ ആദ്യമായിട്ടാണോ ഇങ്ങനത്തെ പ്രോഗ്രാമിലോട്ട് വിളിക്കണേ? ഓക്കെ, അപ്പൊ ആദ്യത്തെ ചോദ്യം നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമോ നോക്കാം. ആദ്യത്തെ ചോദ്യം ഞാൻ വായിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യനായ ഹംസ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടത് ഏത് യുദ്ധത്തിലായിരുന്നു? ക്വസ്റ്റ്യൻ മനസ്സിലായോ? ഓക്കെ, ഓപ്ഷൻസ് പറയാം. ബദർ യുദ്ധം, ഉഹ്ദ് യുദ്ധം, യമാമ യുദ്ധം. ഏതായിരുന്നു? ഉഹ്ദ് യുദ്ധം. ഉറപ്പാണോ? സ്വന്തമായിട്ട് പറഞ്ഞതാണോ? സ്വന്തമായിട്ടാണ്. അപ്പൊ അറിയുന്ന ആൻസർ ആയിരുന്നോ? ക്വസ്റ്റ്യൻ ആയിരുന്നോ? വിശ്വാസം. ഓക്കെ, വിശ്വാസം എന്തായാലും റൈറ്റ് ആൻസർ ആണ്. ഓക്കെ, ആദ്യത്തെ ചോദ്യം ശരിയാക്കിയിരിക്കുകയാണ്. കൺഗ്രാറ്റ്സ്. എന്ത് പാട്ട് പാടുവോ റംലത്ത്? പാട്ടോ എന്താണ് എക്സ്ട്രാ ആക്ടിവിറ്റി? എന്താണ് സ്കിൽ? എന്താണ്? ചെറുതായിട്ട് പാടും. അപ്പൊ നല്ലൊരു പാട്ടുകാരി തന്നെയാണെന്നാ തോന്നണേ. ഒരു പാട്ട് പാടാൻ പറ്റുമോ പ്രേക്ഷകർക്കായിട്ട്? ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഒരു 2 വരി. പരിശുദ്ധ റസൂലേ സല്ലല്ലാഹു
ലാഹുത്തിനധിപതിനൂറേ ലാവണ്യത്തിനൊളിബതിരേ ലാഹുത്തിനധിപതിനൂറേ ലാവണ്യത്തിനൊളിബതിരേ ലൗഹിൽ നീറഞ്ഞൊരു നായകനെ നബിയേ സുബരേ ദൂരെ ലോകം പാടേച്ച പുരാണവനേകിയതിന്നൂരേ. കഴിഞ്ഞോ? മാഷാ അല്ലാ, നന്നായിട്ട് പാടിയല്ലോ, അടിപൊളി. പാടാറുണ്ടോ? സാധാരണ പ്രോഗ്രാംസിനൊക്കെ പാടാറുണ്ടോ? ചെറുതായിട്ടൊക്കെ പാടാറ്. ഓക്കെ, റംലാനായിട്ട് എന്താണ് വേറെ പരിപാടികളൊക്കെ? റമദാനായിട്ട് റമദാന്റെ ഓരോ പ്രിപ്പറേഷനൊക്കെയാണ്. അതെ അല്ലേ, ഓക്കെ ഓക്കെ. ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഇപ്പൊ എന്താ പരിപാടി? ഫ്രീ ആയിട്ടിരിക്കുക? ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ? ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രവാചകൻ. ഓപ്ഷൻസ് ഒന്നുമില്ല, ആലോചിക്കുക. ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന പ്രവാചകൻ ആരാണ്? ഓപ്ഷൻസ് ഇല്ല. ഇല്ല, ഒന്ന് ആലോചിച്ച് നോക്കൂ. ക്ലൂ വേണോ? ഇദ്ദേഹത്തിന്റെ പരമ്പരയാണ് ബനു ഇസ്രായേൽ എന്ന് അറിയപ്പെടുന്നത്. ബനു ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്നത് ഇദ്ദേഹത്തിന്റെ പരമ്പരയാണ്. ആരാണ് ആ പ്രവാചകൻ? ഇസ്മായിൽ നബിയോ? ഉറപ്പാണ്? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരോടെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ അടുത്ത്? ഇസ്രായേൽ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രവാചകൻ. ഏതെങ്കിലും ഒരു ആൻസർ ഉറപ്പിക്കാൻ പറ്റുമോ? ഏതാ ഉത്തരം? മൂസാ നബിയോ? ഉറപ്പാണ്? സംശയമൊന്നുമില്ല? എന്താണ് മൂസാ നബി എന്ന് പറയാനുള്ള കാരണം എന്താണ്? മൂസാ നബി എന്ന് ആൻസർ ചെയ്യാനുള്ള കാരണം എന്താണ്? അപ്പോ വലിയ ഉറപ്പില്ല. ഓക്കെ ഓക്കെ. അപ്പൊ മൂസാ നബി തെറ്റായിട്ടുള്ള ഉത്തരാണ്. ശരിയായിട്ടുള്ള ഉത്തരം ഞാൻ പറയട്ടെ, യാക്കൂബ് നബിയാണ്. യാക്കൂബ് നബി അലൈഹിസ്സലാം. അറിയായിരുന്നോ? സാരല്ല, അപ്പൊ നമുക്ക് അടുത്തതിൽ നോക്കാം അല്ലേ? പേരെന്താ പറഞ്ഞത്? പേരെന്തായിരുന്നു പറഞ്ഞത്? റംലത്ത്. അപ്പൊ എന്തായാലും റംലത്ത് നല്ല പാട്ടൊക്കെ ഞങ്ങൾക്ക് പാടി തന്നു. ഒരു ചോദ്യത്തിന് ശരിയായിട്ടുള്ള ഉത്തരം പറഞ്ഞു. ഒരുപാട് സന്തോഷം. ഹാപ്പിയാണോ വിളിച്ചതില്? ഓക്കെ, അപ്പൊ ഇനിയും വിളിക്കുക. ഓക്കെ ഓക്കെ. അപ്പൊ റംലാൻ മുബാറക്. അസ്സലാമു അലൈക്കും. കേരളാഷൻ സിൻസിയർ ഹോം വേൾഡ് റംലാൻ ഇസ്ലാമിക് ക്വിസിലെ ഇന്നത്തെ വിജയി വെങ്ങാലൂരിൽ നിന്നും വിളിച്ച സമീറയാണ്. അപ്പോൾ സമീറയ്ക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഇസ്ലാമിക് ക്വിസിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ അസ്സലാമു അലൈക്കും.